ഞാൻ ദേവിയൊന്നും അല്ല കേട്ടോ. എന്റെ പേര് ഋതിക എന്നാ. ഋതിക, നല്ല പേര്. അല്ല, എവിടെയാ മോളുടെ വീട്? മോളെ മുമ്പ് ഞാൻ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ദൂരെ എവിടെയെങ്കിലും ഉള്ള കുട്ടിയാവും. ബന്ധുവീട്ടി വന്നതാവൂല്ലേ? എന്നെ അമ്മയ്ക്ക് അറിയില്ലേ? ഇല്ല. നല്ല കഥയായി. ഞാൻ മിക്കവാറും ഈ ക്ഷേത്രത്തിലാ തൊഴാൻ വരാറ്. ഇവിടുത്തെ ആള് വിളിച്ചാ വിളിപ്പുറത്തെത്തും. അതെ, എന്റെ എല്ലാ പ്രാർത്ഥനകളും ഈ ക്ഷേത്രത്തിൽ നിന്ന് സഫലമായിട്ടുണ്ട്. ഒരു കാര്യം ഒഴിച്ച്. അതിന്റെ കാര്യം? അക്കാര്യത്തിനുള്ള വഴിപാടാണ് ഞാൻ ഈ കൽവിളക്കിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാരണം പറഞ്ഞാലേ മനസ്സിലെ ആഗ്രഹം ഫലിച്ചില്ലെങ്കിലോ? എങ്കിൽ വഴിപാട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാ മതി. അല്ല, കുട്ടി ഏത് തറവാട്ടിലെയാ? ഞാൻ അമ്മയ്ക്ക് ക്ലൂ തരാം. അമ്മ ഈ നാട്ടുകാരിയല്ലേ, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരിക്കും ഇത് രാജഭരണം ആയിരുന്നെങ്കിലേ ഞാനായിരുന്നു ഈ രാജ്യത്തെ രാജകുമാരി. രാജഭരണം അല്ലെങ്കിലും ഞാനൊരു മന്ത്രികുമാരിയാ. മനസ്സിലായോ ഇപ്പൊ? കുട്ടി എന്തായി പറയുന്നേ? രാജകുമാരിയോ? മന്ത്രികുമാരിയാണെന്നും പറയുന്നു. ശ്രീവിലാസത്തിലെ പ്രതാപവർമ്മയുടെ മകളാണോ മന്ത്രി പ്രതാപവർമ്മയുടെ? അതെ. മോളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തില് തറവാട്ടിൽ വെച്ച്. അന്നൊരു അടക്കയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വളർന്ന് വിവാഹപ്രായമായ കുട്ടിയായി. എവിടെ? അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടമ്മേ, അവര് തൊഴുക. ഞാൻ അച്ഛന്റെ പേരിലെ വഴിപാട് നടത്താൻ പോയതാ. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. ആണോ? സന്തോഷം. ഒരുപാട് നാളായി പ്രതാപനെ കണ്ടിട്ട്. വന്നൊന്ന് കാണണം. പ്രതാപവർമ്മയുടെ മോള് വിവാഹപ്രായം നിൽക്കുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ എപ്പോഴേ വീട്ടിലേക്ക് വന്നേനെ. നിനക്ക് ഓർമ്മയില്ലേ എന്റെ മകൻ ഉണ്ണിയെ? ഓർമ്മയുണ്ടാവില്ല, നീയെന്ന് തീരെ കുഞ്ഞായിരുന്നില്ലേ. അവന് ഒരു നല്ല പെൺകുട്ടിയെ കിട്ടാനാ അമ്മയെ പ്രാർത്ഥിക്കുന്നതും വഴിപാട് നടത്തുന്നതും ഒക്കെ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശ്വര, ഇത് പുലിവാലായല്ലോ. രാജു, അത് രാധമ്മയ്ക്ക് കൊടുക്ക്. എന്താ? കിച്ചണിൽ കുറച്ച് സാധനങ്ങൾ തീർന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അത് വാങ്ങിയതാ. അച്ഛന്റെ പിറന്നാളായിട്ട് വീട്ടിലേക്കും ക്ഷേത്രത്തിലേക്കും നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു. മാഡത്തിന് അറിയാലോ, ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് സന്തോഷമായിട്ട് ഒരിടത്തേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങള്. എനിക്ക് മനസ്സിലാവും. വേണമെങ്കിൽ വിഷമിക്കണ്ട. എല്ലാ വിഷമങ്ങൾക്കും ഉടനെ പരിഹാരം ഉണ്ടാവും. ഹലോ, അത് ഞാൻ മനഃപൂർവ്വം കോൾ എടുക്കാതിരുന്നതല്ല. അത് ഫോണിന്റെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിരുന്നു. അടയ്ക്കാം, ഇന്ന് തന്നെ അടയ്ക്കാം. ശരി. എന്താ പ്രിയേ, ആരാ വിളിച്ചത്? നിന്റെ ഫോണിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അമ്മ, അത് EMI കാരനാ. ഈ മാസത്തെ EMI മുടങ്ങിയായിരുന്നു. അയാളുടെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. അതാ അയാള് പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചത്. ഇന്ന് തന്നെ അടയ്ക്കണോന്ന്. നിനക്ക് കുറച്ചു ദിവസം കൂടെ അവധി പറയായിരുന്നില്ലേ? നീ എന്ത് കണ്ടുവച്ചിട്ടാ ഇന്ന് തന്നെ അടയ്ക്കാന്ന് പറഞ്ഞത്? ദേ, എന്റെ ജീരകപാത്രത്തിൽ 5 പൈസ ഇല്ല കേട്ടോ. രാജു, നീ ഋതിയമോളെ വിളിച്ച് അകത്തോട്ട് ചെല്ല. അതെന്താ രാധമേ, ഞാനിവിടെ നിന്നാല്? ചേച്ചിയുടെ EMI മാത്രമല്ല, ഈ മാസത്തെ കറണ്ട് ബില്ലും പെൻഡിങ്ങാ. രാജു അച്ഛന്റെ കൂടെ ജോലിക്ക് വീണ്ടും ജോയിൻ ചെയ്തതല്ലേ? ഒരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയാൽ എന്താ? അത് ശരിയാവില്ല മാഡം. ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ അഡ്വാൻസ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല.
എന്റെ പൊന്നു രാജു, അച്ഛൻ അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെന്ന് രാജുവിന് അറിയാവുന്നതല്ലേ? പക്ഷേ രാജുവിന് അച്ഛനോട് ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ ചെറിയച്ഛനെ വിളിച്ച് കുറച്ച് ക്യാഷ് കൊടുത്തേക്കാൻ പറയാം. ഏയ് ആ ഫോണിങ് തന്നെ മാഡം. എന്താ രാജു? ഋതിക മാഡം എന്താ ഈ കാണിക്കുന്നത്? രാജു, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി ഏട്ടാ. ഋതിക മേഡം, ജയന്റെ മാറ്റത്തിന് എല്ലാം കാരണം ഋതിക മേഡമാണ്. എന്റെ ജീവിതത്തിൽ ഇതുവരെ കടം മേടിക്കാൻ വേണ്ടി മാത്രമേ ജയൻ എന്നെ ഒരിടത്ത് പറഞ്ഞു വിട്ടിട്ടുള്ളൂ. ഇതിപ്പോ ആദ്യമായിട്ടാ ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ഋതിക മേഡത്തിനാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി രാജു. ശരി ഏട്ടാ. ഓ, അങ്ങനെ എന്റെ മരുമോന് നല്ല ബുദ്ധി തോന്നി തുടങ്ങി. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സുശീലൻ പറഞ്ഞു ശരിയാ. ജയന്റെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്ന നന്മ അവൻ തിരിച്ചറിഞ്ഞത് ഋതിക മാഡം കാരണം. ഓ, ഇനി പ്രിയയുടെയും കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് വിഷമമില്ല. ജയന് ഉത്തരവാദിത്തം ഉണ്ടായി തുടങ്ങി.